സത്യത്തിൽ ഒരു മതത്തിനും ഒരു കുറ്റവും ഇല്ല, മനസ്സിലായ? കാരണം എല്ലാ മതങ്ങളിലും മനുഷ്യന്മാർ സത്യസന്ധരായി നിൽക്കാത്തത് കൊണ്ട് എന്താണോ മതം കൊണ്ട് ഈ മതമുണ്ടാക്കിയ ആൾ ഉദ്ദേശിച്ചതെന്നുള്ള ഭാഗത്തേക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഇസ്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ കുറേ പ്രവാചകന്മാരും ഈ പ്രവാചകന്മാരെല്ലാം ഈ അള്ളാഹുവിൻ്റെ എന്താ പറയുക മെസ്സഞ്ചറായിട്ടാണ് ജീവിച്ചതെന്നും പറഞ്ഞിട്ടുള്ള ഒരുപാട് കഥകളാണുള്ളത്. പക്ഷേ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ പറയുന്ന അള്ളാഹു നിങ്ങളുടെ ഉള്ളിലാണ് എന്നും അള്ളാഹു ആ ഉള്ളിൽ നിന്ന് വരണേ അല്ലെങ്കിൽ ചുറ്റുപാടിൽ നിന്ന് നിങ്ങൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളല്ലാതെ നിങ്ങൾ അനുഭവിക്കുന്നിടത്തു നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആ അള്ളാഹ്ന്ന് കിട്ടുന്ന മെസ്സേജ് തന്നെയാണ്, ആ ഫ്രഷ് മെസ്സേജിനെയാണ് അവിടെ ആ ഒരു അള്ളാഹ് എന്ന പേരിൽ വിളിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇവർ പ്രത്യേകമായിട്ട് എടുത്തു പറയും, എന്തു ചെയ്യുമ്പോഴും ഈ ശപിക്കപ്പെട്ട ഒരു പിശാചിൽ നിന്ന് രക്ഷയെ തേടാൻ വേണ്ടിയിട്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നിസ്കരിക്കുമ്പോഴും അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും, മനസ്സിലായ? പക്ഷേ ഇവർ പൈശാചികമായൊരവസ്ഥയിൽ നിന്നിട്ടാണ് ഇത് പറയണത് എന്നുള്ള ആ ഒരു വ്യക്തതയില്ല. അല്ലെങ്കിൽ പിശാചിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം പൈശാചികമായ ഏതവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതല്ലേ നോക്കണ്ടേ? അല്ലാതെ ഈ കഥ ഞാൻ ഫുൾ ടൈം പറഞ്ഞിരുന്നു കൊണ്ട് എപ്പോഴാണ് ഞാനിത് എൻ്റെ ജീവിതമാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഞാനിത് ഇംപ്ലിമെൻറ്റ് ചെയ്യണത് എപ്പോഴാണ്? ഇതല്ലേ പരിശോധിക്കേണ്ടത്. ഇത് ഭയങ്കര സിമ്പിളൊരു കാര്യമല്ലേ? കാരണം പിശാചിൽ നിന്ന് രക്ഷയെ തേടാൻ വേണ്ടിയിട്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്ന പ്രവർത്തികളൊന്നും ഞാൻ ശ്രദ്ധിക്കണില്ല. അല്ലെങ്കിൽ ഞാൻ നമസ്കരിക്കുന്നത് കൊണ്ടോ, ഞാൻ നോമ്പ് നോൽക്കുന്നത് കൊണ്ടോ, സക്കാത്ത് കൊടുക്കുന്നത് കൊണ്ടോ, പള്ളിയിൽ പോണത് കൊണ്ടോ ഞാൻ മിസ്റ്റർ ക്ലീനാണെന്നുള്ള ഒരു തോന്നൽ. എങ്ങനെ ഇപ്പോൾ ഞാൻ ഷർട്ട് ഇടാതെ നിൽക്കണത് എന്നതുപോലെ ഒരു മിസ്റ്റർ ക്ലീൻ്റെ കുപ്പായ ഇട്ടിട്ട് ഒരാൾ അയാളുടെ ജീവിതം ദുരന്തപരമായിട്ട് ജീവിക്കണം. എന്നിട്ട് ഈ കഷ്ടപ്പാട് മുഴുവൻ ദൈവം തന്നതാണെന്ന് പറയുകയും ചെയ്യുക. ഇത്രയും പ്രപഞ്ചം ഇങ്ങനെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ട് പോണ ഒരു ദൈവത്തിന് നിങ്ങൾക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ നല്ലപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ എന്തെങ്കിലും കോട്ടമുണ്ടാക്കിയിട്ട് ഇനി അത് നിങ്ങളെ പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ട് എന്ത് കാര്യത്തിനാണ് അങ്ങനെ ഒരു പരീക്ഷണം? അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണ് അദ്ദേഹം നമ്മളെ പരീക്ഷിക്കേണ്ടി വരുന്നത്? ഇത് ഓരോരുത്തർക്കും തന്ന ജീവിതമല്ലേ, അല്ലെങ്കിൽ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതമല്ലേ? അപ്പോൾ ഈ അനുഭവത്തിൽ പാകപ്പിഴവുണ്ടാകുമ്പം അതെന്തുകൊണ്ടാണെന്ന് പരിശോധിക്കാൻ എല്ലാ കപ്പാസിറ്റിയും നമ്മളിലുണ്ടല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ അദ്ദേഹം തന്നിട്ടുണ്ടല്ലോ. ഇതല്ലേ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും സിമ്പിള്. ഇനി അടുത്ത ഈ ക്രിസ്ത്യാനിറ്റിയിൽ പോയാലും ഇതുപോലുള്ള ഈ ഉയർത്തെഴുന്നേൽപ്പും ചെയ്ത തെറ്റുകളിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽക്കാത്ത പക്ഷം നമ്മളെ കുരിശിൽ തറക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് മാനസിക അസ്വസ്ഥതകളുള്ള രീതിയിൽ നമ്മളെ ജീവിതം മാറണമെന്ന് അതും കൃത്യമായിട്ട് പഠിപ്പിക്കണം. ഇനി ഹിന്ദുവിൽ പോവുകയാണെങ്കിൽ അതിലും ഇത് കൃത്യമായിട്ട് ഇത്രയും ദേവനും ദേവതയും കൃഷ്ണനും അർജുനനും പോലെ എല്ലാ കാര്യങ്ങളും അതിലും വ്യക്തമായിട്ട്. പക്ഷേ അപ്പം നമുക്ക് സാധിക്കണില്ല. എന്തുകൊണ്ട് സാധിക്കണില്ല? കാരണം നമ്മളെന്ന് പറയുന്ന അവസ്ഥ അവിടെ ഇല്ല. ഞാനായിട്ട് നിൽക്കാൻ ഞാൻ നോക്കുന്നത് കൊണ്ട് മാത്രം എനിക്ക് എൻ്റേതായിട്ട് ആരും അറിയാത്ത ചില തീരുമാനങ്ങൾ ഞാൻ ഉണ്ടാക്കിയെടുക്കണം. മനസ്സിലായോ? അപ്പം ഞാനായിട്ട് നിന്നുകൊണ്ട് ഞാൻ എൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ നോക്കുകൊണ്ട് എനിക്കിത് സാധിക്കണില്ല. എന്നിട്ട് ഞാൻ പ്രവാചകന്മാരെ കഥയും ഗുരുക്കന്മാരെ കഥയും ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആവാൻ നോക്കുകയാണ്. എന്ത് കാര്യത്തിനാണ്? എന്നിട്ട് ഈ മരിച്ചു പോയ ആൾക്കാരെ കഥയും പറഞ്ഞ് ഞാൻ മരിക്കാൻ വേണ്ടിയിട്ട് മരിച്ചു കഴിഞ്ഞിട്ടൊരു സ്വർഗവും നരകവും കിട്ടും എന്നുള്ള ഭാഗത്ത് എങ്ങനെയാണ് അതുപോലും ആൾക്കാർ ഒരു വിശ്വാസമായിട്ട് എടുക്കണം? അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാത്തൊരവസ്ഥയെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുന്നത്? ഇത്ര കാലവും ഇങ്ങനെ ഒരു സംഭവം ഇല്ലാതെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ പോലും ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് പോലും ഇല്ലാത്തൊരനുഭവത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ആൾക്കാർ ഒരു ജീവിതം മുഴുവൻ, ഇനി അവരെ ജീവിതം പൊട്ടിച്ചോറാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇത് കൂടെ ഇരിക്കണ കംപ്ലീറ്റ്, മനസ്സിലായ?
അടുത്തിരിക്കുന്ന ഒരാളുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ ഏതൊക്കെയോ ആൾക്കാർക്ക് അസാധാരണ ശക്തികളുണ്ട്, അവരെ പടച്ചോന് തിരഞ്ഞെടുത്തതാണ്, അവരെ പ്രവാചകനായിട്ട് തീരുമാനിച്ചതാണ്, അവരെ ഗുരുവായിട്ട് തീരുമാനിച്ചതാണെന്നും പറഞ്ഞിട്ട് സ്വയം നശിപ്പിച്ചുകൊണ്ടും കൂടെയുള്ള കൂട്ടരെ കംപ്ലീറ്റ് മനസ്സിലായ മാനസിക അസ്വാസ്ഥത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ കംപ്ലീറ്റ് ഈ ലോകത്ത് ഇത്രയും അരക്ഷിതമായ ഒരവസ്ഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലൊന്നും ചെയ്യാനില്ല, മനസ്സിലായ? നമുക്ക് എത്രത്തോളം ജീവിക്കുന്നവരുമായിട്ട് നമുക്ക് ചേർന്നിരിക്കാൻ സാധിക്കുന്നുണ്ടോ, ഇത് മാത്രമേ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളൂ. അല്ലാതെ നമ്മൾ വേറെ ഒന്നും ചെയ്യാനുമില്ല. ഈ ഭാഗം നമ്മൾ തൊടേണ്ട കാര്യം പോലുമില്ല. കാരണം ഇത് ആരെയും പഠിപ്പിക്കണ ഭാഗമല്ല. ഓരോരുത്തർക്ക് അവരവരായിട്ടിരിക്കുന്നിടത്ത് എത്ര ക്ലാരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എന്നിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്നിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെ നിർവീകരിച്ചിട്ട് അല്ലെങ്കിൽ ആ മാറ്റങ്ങളെ നിർവീര്യം ചെയ്തിട്ട് ഇവിടെ ഉള്ള അവസ്ഥ, ഈ അവസ്ഥയിൽ എത്രത്തോളം എനിക്ക് ലയിക്കാൻ സാധിക്കുന്നുണ്ട്, അവിടെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ക്ലാരിറ്റി കിട്ടുന്നത്. അല്ലാതെ ഇത് വേറൊരാൾ പഠിപ്പിച്ച് തന്നിട്ടോ മറ്റൊരാളെ ജീവിക്കാൻ പഠിപ്പിച്ചിട്ടോ ഇത് നടക്കുന്ന ഭാഗമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞൊരു ഭാഗമുണ്ടല്ല, എല്ലാ മതത്തിലും ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ ഞാൻ നോക്കുമ്പോൾ അതായത് പള്ളിയിലച്ഛൻ, പ്രൈസ്റ്റ്, ബിഷപ്പ്, ആർക്ക് ബിഷപ്പ്, അങ്ങനെ ഒരുപാട് സീരീസ് ആയിട്ട് പോകുന്നുണ്ട്. ഇതെല്ലാവരും അവനവൻ്റെ ജീവിതം കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാവരും എത്തിപ്പെടുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഹിന്ദുവിലാണെങ്കിൽ വാനപ്രസ്ഥം, ഗൃഹസ്ഥാശ്രമം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഇതെല്ലാം എല്ലാവർക്കും ഇത് ജീവിച്ചിരുന്ന ഒരാൾ അയാളുടെ അവസ്ഥ അയാൾ എക്സ്പ്രസ് ചെയ്തൊരു രീതിയാണ്. ഇതൊരു പ്രത്യേക വിഭാഗം ആൾക്കാരെ സംബന്ധിച്ചുള്ളതല്ല. ആർക്കെങ്കിലും ഇതിന് സാധിക്കണില്ലെങ്കിൽ അവർ ഈ കണ്ട മെറ്റീരിയൽ വേൾഡിൽ അല്ലെങ്കിൽ എൻ്റേതെന്ന് പറയുന്ന ഭാഗത്ത് എവിടെയെല്ലാമോ സ്റ്റക്കായി കിടക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഇത്രയും സിമ്പിളൊരു കാര്യമല്ലേ. ഇനിയിപ്പോൾ മുസ്ലിമിലെടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് ആൾക്കാർ ഗുരുവും പ്രവാചകനുമാണ്, അങ്ങനെയുള്ളൊരു ഭാഗമില്ല. എല്ലാവരും ഇത് തന്നെയാണ്. അവനവനായിട്ട് ആരെങ്കിലും സൃഷ്ടിച്ചവർ ഇവിടെ ഉണ്ടാ? ആരുമില്ല. എല്ലാവരും വന്നത് ഒരേ വഴിയിലൂടെയാണ്, ഒരേ ഗർഭപാത്രത്തിലൂടെയാണ്. എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയും ഒന്നാണ്. അല്ലാതെ ഒരു പ്രത്യേക വീടൊന്നും എവിടെയും ഇല്ല, ചെരുപ്പ് വെച്ചിട്ട് കയറേണ്ട വീടൊന്നുമില്ല. ഒരു വീട്ടിൽ അങ്ങനെയാണ് കയറണമെങ്കിൽ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ. അല്ലാതെ ഒരാൾ ഗുരുവായിട്ട് മാറി നിന്നുകൊണ്ട് അയാൾ രോഗം ഉണ്ടാക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ കൂടെ അയാളെ രോഗിയാക്കേണ്ട കാര്യമില്ല. കാരണം ഒരാളെ ഗുരുവായിട്ട് മാറ്റി നിർത്താൻ നമ്മൾ ശ്രമിക്കുമ്പം നമ്മളും കൂടി അയാളെ മരണത്തിന് ഉത്തരവാദിയായിക്കൊണ്ടിരിക്കുക. കാരണം അയാളെ നമ്മളിൽ ഒരാളായിട്ട് ചേർക്കുന്നതിന് പകരം നമ്മൾ അയാൾക്ക് പ്രത്യേകമായിട്ടൊരു സ്ഥാനം കൊടുത്തിട്ട് ആ മനുഷ്യനെ നശിപ്പിക്കുകയാണ്. പിന്നെ ഈ പ്രത്യേക സ്ഥാനം കൊണ്ട് നമ്മളും നശിക്കുകയാണ്. മനസ്സിലായ? അപ്പോൾ എത്രത്തോളം ആൾക്കാരുമായിട്ട് സാധാരണക്കാരനായിട്ട് ഇടപഴകാൻ സാധിക്കണോ അവിടെ എല്ലാവർക്കും നമ്മളിൽ നിന്ന് നമ്മളൊന്നും ചെയ്യണ്ട. കാരണം ഞാനൊന്നും ചെയ്തിട്ടല്ല ഇതിങ്ങനെ എണീച്ച് നടക്കുന്നതും സംസാരിക്കുന്നതും ചിരിക്കുന്നതും കരയണതും ഒന്നും. അപ്പോൾ ഞാനായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണോ വീശേണ്ടത് അത് ഇതിന് വീശിക്കോളും. അല്ലാതെ നമ്മൾ ആരെയും ഒന്നും പഠിപ്പിക്കാൻ നോക്കണ്ട. എല്ലാവരും ശരിയാണ്, മനസ്സിലായ? കാരണം ഇപ്പം അവരെ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയിൽ അവർക്കതാണ് താല്പര്യം. അതുകൊണ്ട് അവരത് തുടരാൻ വിടുക. എന്നിട്ട് നമ്മൾ ഓരോരുത്തരും അവനവനിൽ പരിശോധിക്കുക. നമുക്ക് തുടരാൻ സാധിക്കുന്നത് ഈ നാടകത്തിൻ്റെ കൂടെയാണോ അതോ നമ്മൾ നടിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയാണോ? വളരെ സിമ്പിൾ. ജസ്റ്റ് കണക്റ്റ്. നമ്മളുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ക്ലാരിറ്റി നമുക്ക് കിട്ടും. മറ്റൊരാളെ ഇത് പറഞ്ഞു കൊടുക്കാൻ പോണ്ട, അല്ലെങ്കിൽ എനിക്ക് എന്താണെങ്കിലും അറിയും എന്നുള്ളൊരു ഭാഗത്തേക്ക് ഞാൻ എന്നെ കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല. ഒന്നും അറിയില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. അതുമായിട്ട് സത്യസന്ധമായിട്ട് ചേർന്ന് നിന്നാൽ എന്തെല്ലാമാണോ നമുക്കറിയേണ്ടത് അത് മാത്രമേ നമ്മൾ അറിയുള്ളൂ. വളരെ സിമ്പിളായിട്ട് ജീവിക്കാന്നേ. വെരി സിമ്പിൾ.